വൺസ് അഗെയിൻ വെൽക്കം ടു എ റെയിനി മോർണിംഗ് അഗെയിൻ. ഇവിടെ രണ്ടുപേര് രാവിലെ മഴയത്ത് നിന്ന് ബ്രഷ് ചെയ്യണമെന്നും പറഞ്ഞ് വീടിന് രണ്ടറ്റത്ത് നിന്ന് ബ്രഷ് ചെയ്യുകയാണ്. അതാണ് മഴ സ്റ്റിൽ കണ്ടിന്യൂയിങ്. എന്തുവാ പിന്നെ അത് പാട്ട് അപ്ലോഡ് ചെയ്യണോ? ആ നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് പറ, ഇങ്ങോട്ട് നോക്കി പറ. അമ്മൾ ഇന്ന് നമ്മൾ എന്തുവാ സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോന്നേ? ഓക്കെ, അപ്പൊ നമ്മൾ പിസ്സ പ്രിപ്പറേഷൻ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ? ഓക്കെ, നമ്മൾ ഞാനിവിടെ പറഞ്ഞായിരുന്നല്ലോ, ഇന്ന് ഞാനൊരു ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യുകയാണ് ഒരു പിസ്സ ഉണ്ടാക്കാൻ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പിസ്സ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതോടൊപ്പം ആദ്യമായിട്ട് ചീസ് ഉണ്ടാക്കാൻ പോവുകയാണ്. എത്രമാത്രം ഇത് സക്സസ് ആവുമെന്ന് അറിയില്ല. നമ്മളിതിന് പാല് ചൂടാക്കാൻ വെച്ചു. പാല് തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഒരു 30-40 ഡിഗ്രി ടെമ്പറേച്ചറിൽ ചൂടായാൽ മതി. ചൂടായിട്ട് നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കിയാൽ മതി ചൂടായോന്ന് കേട്ടോ. ചൂടായിട്ട് നമ്മൾ അതിലോട്ട് വിനെഗർ ഒരു അര കപ്പ് അതിലോട്ട് ആഡ് ചെയ്യണം. ജസ്റ്റ് തിളയ്ക്കേണ്ട പാല്, ഒരു പകുതി അതായത് ഒരു 30-40 ഡിഗ്രി ടെമ്പറേച്ചർ ആയാൽ മതി. പാല് ഒരു പരുവമായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു 30 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് വന്നിട്ട് അരിച്ച് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പിസയ്ക്കുള്ള ചീസ് റെഡി ആയിട്ടില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ആക്കി 1-2 വട്ടം എൻ്റെ ഉരുമ്പ് കൊടുക്കുന്നു അങ്ങനെ ആക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഉപ്പിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം വീണ്ടും ഒന്ന് ചൂടാക്കുക കേട്ടോ. ചൂടാക്കി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ നമ്മളിതിനകത്ത് നിന്നെടുത്ത ഈ ഒരു ബോൾ ഒരുവിധം ഇങ്ങോട്ട് നീക്കി പിടിച്ചിരിക്കാൻ പറ. ഈ ബോൾ ഇങ്ങനെ ആക്കിയത് ഒരുവിധം ഇങ്ങനെ ആക്കി നമ്മൾ ഇച്ചിരി നേരം ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുക. നമ്മൾ തീ ജസ്റ്റ് അങ്ങ് ഓഫ് ചെയ്യുക. ഒരു 10 മിനിറ്റ് അതങ്ങനെ അടക്കടക്കട്ടെ. ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് അത് ഇട്ടിട്ട് വീണ്ടും അതൊന്ന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഞെക്കി വീണ്ടും അത് വെള്ളത്തിലിട്ട് താഴോട്ട് വെക്കാം. എൻ്റെ ന്യൂ ക്യാമറാമാനാണ്, അതുകൊണ്ട് നല്ലതായിട്ട് ഞെക്കി ഒരു 3-4 വട്ടം അങ്ങനെ ചെയ്യണം കേട്ടോ. കുറച്ച് നേരം ഇതിങ്ങനെ ഞാൻ സെയിം വാട്ടറിൽ ഉപ്പിട്ട് വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം, കുറച്ച് 2-3 ഐസ് ക്യൂബ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നമ്മളിത് കുറച്ച് നേരം ഇട്ട് വെക്കണം. സോഫ്റ്റായിട്ട് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫോം ആയിട്ടുണ്ട്. ഇതിലിട്ട് നമ്മൾ ഈ ഐസ് ക്യൂബ് ഇട്ട വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കാം. ഇതിപ്പോൾ ഒരു 10-15-20 മിനിറ്റോളം ഞാൻ ആ വെള്ളത്തിലിട്ടു. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് അവിടെ വെക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ നോക്കി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഫോയിൽ പേപ്പറിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞാണ് വെക്കേണ്ടത്. എൻ്റെ ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് ഉരുട്ടി ഒരു ഗ്ലാസ് ബൗളിലിട്ട് ഫ്രീസറിൽ വെക്കണം. 2 മണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് യൂസ് ചെയ്യാം. നന്നായിട്ട് ഇതിപ്പോൾ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഒരു ഗ്ലാസ് ബൗളിലാക്കി നമുക്ക് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഉണ്ടാക്കാനായിട്ട് ഞാൻ 6 ബ്രെഡ് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ടു. അതിലോട്ട് ഉപ്പ്, പഞ്ചസാര, പിന്നെ ഞാൻ മാഗിയുടെ കുറച്ച് മസാല ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ 1 കപ്പ് പാലും ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുകയാണ്.
1 ടീസ്പൂൺ പഞ്ചസാര, ഒരു പാക്കറ്റ് മാഗിയുടെ മസാല ഇവിടെ ഇരുന്നത്, അത് സ്പൈസി ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒരു പാക്കറ്റ് ജസ്റ്റ് മാഗി, എന്നിട്ട് ഇതെല്ലാം കൂടി ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ 1/2 കപ്പ് പാലും കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഇത് 1/2 കപ്പ് പാലും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡും കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഒരു മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറേശ്ശെ ബ്രെഡും കൂടെ ആഡ് ചെയ്യുക. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പിസ്സ ഉണ്ടാക്കുന്നത്. എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. നമ്മൾ മറ്റേ ചീസ് ഉണ്ടാക്കിയ സക്സസ് ആയായിരുന്നു. നന്നായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരുപാട് അങ്ങ് ഉടയ്ക്കണ്ട, എന്നാലും എല്ലാം ഒന്ന് കുഴയണം. ഞാനിവിടെ നമ്മുടെ കയ്യിലുള്ള നോൺ സ്റ്റിക്ക് പാത്രം യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരു ദോശത്തവയാണ്, ഇതിലാണ് ഞാൻ വെക്കുന്നത്. ചൂടായ തവയിലോട്ട് ഞാൻ ഇച്ചിരി വെണ്ണ ഇതാണ് കേട്ടോ, അതൊന്ന് സ്പ്രെഡ് ആക്കണം. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലോട്ട് ഇടുവാണ്. നന്നായിട്ട് കയ്യിൽ വെച്ച്, കൈ കൊള്ളല്ലേ, നമ്മളിങ്ങനെ പരത്തിയെടുക്കണം നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ. നമുക്ക് ആ വലുപ്പത്തിനുള്ള പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി. പക്ഷേ എൻ്റെ ആ പാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ കട്ടിയിൽ ഇങ്ങനെ പരത്തിയെടുക്കുക. ശരിക്കും പറഞ്ഞാൽ അത്തരം പാത്രം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഞാനത് സൗദി പോയപ്പം അത് കൊണ്ടുപോയി ആ പാത്രം. പിന്നെ അത് മേടിച്ചില്ല. അതിൻ്റെ വലിയ പാത്രം ഇരിക്കുന്നത്. പക്ഷെ അത് അത്രയും വലിയ പാത്രം വേണ്ട. തീ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് വേവട്ടെ. ഇത് ഒരു ലിഡ് വെച്ച് ഒന്ന് അടയ്ക്കുവാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നന്നായിട്ട് കുക്കാവണം. ഇത് നമുക്ക് നല്ല മിക്സി കുഴയൊക്കെ മാറി നല്ല കട്ടിക്ക് കിട്ടണം. ഓക്കെ, 10 മിനിറ്റ് നമുക്കിതിനെ ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ. പിസ്സയുടെ ഒരു സൈഡ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡിലോട്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുവാണ്. അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം. സിന്തറ്റിക് ഫുഡ് ആയതുകൊണ്ട് നമ്മൾ അധികം ടൊമാറ്റോ സോസ് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഇനി അതിൻ്റെ മുകളിലോട്ട് ഞാൻ സാധാരണ നമ്മൾ സവാളയും കൂടെ ഇടും. പക്ഷേ എൻ്റെ പിള്ളേർ സവാള കഴിക്കാത്തത് കൊണ്ട് ഞാനതിനെ സവാള അങ്ങ് അവോയ്ഡ് ചെയ്തു. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് എത്ര വേണമെങ്കിലും നമുക്ക് ഇടാൻ കേട്ടോ. ഇവർ കഴിക്കുമെന്ന് അറിയത്തില്ല ക്യാപ്സിക്കം എത്ര ഇട്ടാൽ. ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇങ്ങനെ സ്ക്വയർ ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. തീരെ അങ്ങ് ഗ്രേറ്റ് ചെയ്തില്ല, കാരണം ഇത് കുറച്ചുകൂടെ ആവാനായിട്ട്. അവിടെ എവിടെയൊക്കെ ആയിട്ട് ഞാനിതിങ്ങനെ ഇടുകയാണ്. എന്നിട്ട് ഇത് ഒരു 10 മിനിറ്റ് വീണ്ടും നമ്മൾ അടച്ചു വെക്കണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെ ഉണ്ടാക്കിയ ചീസാണ്. ഇത് ഇങ്ങനെ എന്താ പറയുന്നത്, പിസ്സ പോലെ ഇങ്ങനെ വലിഞ്ഞു വരണം. അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. വരുമോ എന്നറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം. അതിൻ്റെ മണ്ടയിലെല്ലാം ഞാൻ വാരിയിട്ടിട്ടുണ്ട്. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില്ലി പൗഡർ കുറച്ചിടാം. പിള്ളേർ കഴിക്കത്തില്ല, അതുകൊണ്ട് ഞാനിത് ഇത്രയേ ആക്കുന്നുള്ളൂ. ഇത് അടച്ചൊരു 10 മിനിറ്റ് വെക്കുവാണ്. അപ്പം നമ്മുടെ പിസ്സ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ വശവും മൂത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്യുവാണ്. ഓക്കെ, ചീസിൻ്റെ ആ ഒരു വലിവ് അങ്ങോട്ട് കറക്റ്റായിട്ടും ആയിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ടൈം നമുക്കൊന്നും കൂടെ നന്നായിട്ട് ചീസ് പ്രിപ്പയർ ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.